ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ പുറത്തേക്ക് ഒരു സ്ഥലം വരെ പോവാണ്. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ഹോസ്റ്റലിലല്ല വീട്ടിലുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ ഹോസ്റ്റലിൽ ചിക്കൻ ബോക്സ് ഔട്ട് ബ്രേക്ക് വന്നു. അപ്പം എല്ലാവരും വീട്ടിലേക്ക് പറഞ്ഞു കേട്ടോ. ഹോസ്റ്റലിൽ ഇനി എപ്പോഴാണ് തുറക്കാറില്ല. അപ്പം ചിക്കൻ ബോക്സ് എന്നുള്ള ഒരു ചിക്കൻ ആ ഒരു ടേം കേട്ടപ്പോൾ തന്നെ ബാഗ് കൊടുത്ത് ഓടി വന്നതാണ് ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട്സ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. കുറെ കാലമായിട്ട് വാങ്ങിയൊരു സാധനമാണ്, അത് തീരണില്ല. സെറ്റാഫിൽ ഞാൻ ഇതിന്റെ ഒരു ഫാനല്ല, ഇത് ഞാൻ വാങ്ങിപ്പോയോണ്ട് യൂസ് ചെയ്യാട്ടോ. കാരണം ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് എന്റെ സ്കിന്നിന് ചേരാത്തതാണ്. എന്റെ സ്കിന്നിന് വന്നിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം ആ ഒരു മോയ്സ്ചറൈസർ എനിക്ക് പറ്റണില്ല, അതാണ് വിഷയം. അറിയില്ല ഞാൻ എന്തിനാണെന്നോ എന്തോ ഒരു തലക്ക് വെളിയില്ലാത്ത സമയത്ത് വാങ്ങിച്ച സാധനമാണ്. ഓക്കെ, ക്യാമ്പസിൽ ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സാധനം സൺസ്ക്രീനാണ്. അത്രയും നടക്കാനുണ്ട്. രാവിലെ പോകുമ്പോഴാണ്, ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇടാറില്ല. അപ്പം ഈ സാധനം എന്തിനാ വാങ്ങിക്കാറില്ല. 8:30ക്കാണ് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവല്. അപ്പം ഞാൻ 8:30യുടെ ക്ലാസ്സിലാണ് സൺസ്ക്രീൻ ഇട്ട് പോവാറ്. 8:30ക്ക് അങ്ങനെ വെയിലുണ്ടാവാറില്ല. 1:30ക്ക് ക്ലാസ് കഴിയും. അപ്പം 1:30 12:30ക്ക് ക്ലാസ് കഴിയും. അപ്പോഴാണ് സൺസ്ക്രീൻ ആവശ്യമുള്ളത്. അപ്പോഴാണെങ്കിലോ എൻ്റെ മോന്തയിൽ ഒരു സാധനം പോയിട്ട് ഒന്നും ഉണ്ടാവില്ല. ബാക്കി കുറച്ച് കയ്യിലൊക്കെ വരുമ്പം നമ്മൾ ബാക്കി ഇവിടെയൊക്കെ തേച്ച് കൊടുക്കാം. ബാക്കിലേക്ക് തേച്ച് കൊടുക്കുക. കാരണം വന്ന് എനിക്ക് ഈ ബാക്കിലും ടാൻ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടായില്ല. ഇവിടെ ടാൻ അടിക്കുക അതൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ പോയ സമയത്ത് തിരുവനന്തപുരം എന്ത് വെയില. ഫേവറേറ്റ് ആയിട്ടുള്ള മെബിലിന്റെ ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഈ ലിപ്സ്റ്റിക് ആയിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവരെല്ലാം എൻ്റെ ഫ്രണ്ട്സിൽ ഏതെങ്കിലും ഒരാൾ ലിപ്സ്റ്റിക് വാങ്ങിയിട്ടുണ്ടാവും. ഇത് ഞാൻ ഫസ്റ്റ് ഡിസ്കവർ ചെയ്യണത് ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ ഒരു ബ്രൈഡൽ മേക്കപ്പ് മോഡലായിട്ട് പോരാ. അപ്പോഴാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് കാണുന്നത്. എനിക്ക് കറക്റ്റ് എനിക്ക് പറ്റിയ ഷെയ്ഡാണ്. ഇല്ലടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിലുള്ള മെയിൻ അവതാരം. കണ്ണ് കാണില്ലല്ലോ. ഇപ്പം ടൈം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടാവും. 10:30ക്ക് എൻ്റെ ട്രെയിൻ ഉണ്ട്. ഞാൻ സ്റ്റിൽ വീട്ടിൽ തന്നെയാണ്, കുഴപ്പമില്ല. ഞാനാണെങ്കിൽ നല്ല ഷാമ്പു ഇട്ട് കുളിച്ചിട്ട് എൻ്റെ മുടിയിൽ കണ്ടീഷണർ ഇട്ടില്ല. അതും എണ്ണ ഇടാതാണ് ഞാൻ കുളിക്കാൻ പോയത്. എൻ്റെ സെറം, എൻ്റെ ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഹോസ്റ്റലിൽ നിന്ന് ഓടുന്ന സമയം. ദിസ് ഇസ് ബെറ്റർ. വില മതിപ്പുള്ളതൊന്നും എനിക്ക് വാങ്ങിച്ചു തരാറില്ല ആക്ച്വലി. ഞാനെല്ലാം കൊണ്ട് കളയും. +2 +1 +2 കണ്ടും പഠിക്കുമ്പോൾ എനിക്കൊരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച് വാങ്ങി തന്നു. അത് ഒരാഴ്ച ഉപയോഗിച്ചു. ഒരാഴ്ച എങ്ങാണ്ട് ഉപയോഗിച്ചിട്ട് അത് ഗ്രൗണ്ടിൽ കളഞ്ഞുപോയി. പിന്നെ ആ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ലോക്കൽ വാച്ചുകളെ വാങ്ങിച്ചു തരാറുള്ളൂ. എന്ത് ചെയ്യാനോ. അതുകൊണ്ട് വാച്ചൊക്കെ ലൂസായത്, എനിക്ക് ടൈറ്റ് ആയിരുന്നു. ഹോസ്റ്റലിൽ പോയിട്ട് ഞാൻ മെലിഞ്ഞു. ഇത്രയും മെലിഞ്ഞെടുക്കും. ബെല്ലാവിറ്റ. ഞാൻ പെർഫ്യൂം അടിക്കണേ ഒരാളല്ല. ഇത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പെർഫ്യൂം ആയിരുന്നു. സോ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഹോസ്റ്റലിലെ. അപ്പോൾ അവർക്ക് ആരോ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു, ബെല്ലാവിറ്റയുടെ ഡേറ്റ്. അപ്പം അന്നാണ് ഞാനിത് സ്മെല്ല് ചെയ്യണത്. എനിക്ക് പെർഫ്യൂം മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വാങ്ങിയിട്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിക്കും. ഈ മൂക്ക് മുതൽ ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കും. സ്മെൽ സോ ഗുഡ്. നല്ല മണം. എനിക്കറിയില്ല ഈ ആൾക്കാർ ഈ പ്രൊമോഷൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ അടിക്കുമ്പം എനിക്കറിയില്ല ഈ വനിലയുടെ ഒക്കെ മണം ഇങ്ങനെ അവരിങ്ങനെ അടിച്ച് തെറിപ്പിച്ചിട്ട് ഇങ്ങനെ. എനിക്ക് ഒരിക്കലും അത് പറ്റില്ല. അയ്യോ ചത്തു. അപ്പം ഓക്കെ, ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഐ എം സോ എക്സൈറ്റഡ്. ഈ ഫോൺ മാത്രമായിരുന്നു എൻ്റെ കയ്യിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് വേറൊരാളും കൂടി എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ലവ് യു, ബൈ.